എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ്. ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സുകളൊക്കെ പരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ട കരിഞ്ജീരകത്തിൻ്റെയും ചിരട്ടയുടെയും പൊടി വെച്ചുള്ള ആ ഒരു എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ചാലിച്ചിടുന്ന ആ ഒരു ഹെയർ ഡൈ നല്ല റിസൾട്ടാണ്. നമുക്ക് വോയിസ് മെസ്സേജൊക്കെ ഇട്ട് തരുന്നുണ്ട്. ഉപയോഗിച്ചിട്ട് നല്ല നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഹെയർ, അതായത് ഞാൻ പറഞ്ഞ പോലെ സ്ട്രൈറ്റനിങ് ചെയ്ത ഹെയറോ സ്മൂത്തനിങ് ചെയ്ത ഹെയറോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ പിടിക്കാൻ പാടാണ്. ഇന്നലെ മിനിങ്ങാന്നിട്ട ഹെന്നയുടെ ഒരു പായ്ക്കാണെങ്കിലും പിന്നെ സ്മൂത്തനിങ് ചെയ്ത ഹെയറിലും സ്ട്രൈറ്റനിങ് ചെയ്ത ഹെയറിലും ഒക്കെ പിടിക്കാൻ പാടാണ്. അത് 2-3 പ്രാവശ്യം പലതവണ അടുപ്പിച്ചിടുമ്പോൾ മാത്രമേ നമുക്കത് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ ഓരോ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുടിയിൽ വേറൊന്നും പിടിക്കത്തില്ല. അത് കുറച്ച് പേര് പറയുന്നുണ്ട്, എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്തതായിരുന്നു, സ്ട്രൈറ്റനിങ് ചെയ്ത ഹെയറാണ്, വോളിയം റൈസ് ചെയ്ത ഹെയറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയറിലൊക്കെ പിടിക്കാൻ പാടാണ്. പിടിക്കും, പക്ഷേ കുറച്ച് താമസം വരും. അപ്പോൾ അത് ഇടുമ്പോൾ പിടിക്കാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അല്ലാതെ ഒന്നും തലയിൽ ചെയ്യാതെ എണ്ണയൊക്കെ ഉപയോഗിച്ചും നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഹെയറിലേക്കൊക്കെ പെട്ടെന്ന് അത് പിടിക്കും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ എല്ലാ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനടിയിൽ തടിപ്പ്, കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. കണ്ണിൻ്റെ തടിപ്പ് പെട്ടെന്ന് മാറാനായിട്ടും കണ്ണിനടിയിലെ ചുളിവ് മാറാനായിട്ടും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ് മാറാനായിട്ടും എന്ത് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവ് മാറാനായിട്ടും മുഖം നല്ല ക്ലിയർ ആവാനായിട്ടും ഡാർക്ക് സ്പോട്ടൊക്കെ പോയി നല്ല ക്ലിയർ ആവാനായിട്ടും ഒക്കെയുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് തരണേ, എന്നാലേ മറ്റുള്ളവരിലേക്ക് നമുക്കത് പെട്ടെന്ന് എത്തത്തുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയ ഒരു അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് നല്ലതല്ലേ, അവർക്ക് ഉപകാരമുണ്ടാവട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സന്തോഷമുണ്ട്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ നാച്ചുറൽ ഹോം റെമഡിയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുള്ള റെമഡീസാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ല നമ്മൾ കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ. അതാരും കാണുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യാമെന്ന ഓടി നടക്കുന്ന ആൾക്കാരാണ്. സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ആയാലും അണ്ടർ ഐ ക്രീം ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാലായിട്ട് പ്രശ്നം ഉണ്ടാകും. പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യണം. അതിനെക്കാട്ടിലെല്ലാം എന്ത് നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പോകുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് പോയാലും നമുക്ക് വേറൊരു പ്രശ്നവുമില്ല. 5 പൈസ മടക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങേണ്ട കാര്യമാണ്. ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ കണ്ണിനടിയിലെ പ്രശ്നങ്ങൾ മാറാനായിട്ടും മുഖത്തൊക്കെ എന്തെങ്കിലും ഇട്ട് ചെറിയ പായ്ക്കൊക്കെ ഇട്ടിട്ട്, അതായത് വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും പായ്ക്കൊക്കെ ഇട്ട് ഫസ്റ്റിലെ തന്നെ തുടങ്ങി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഏജ് വരെ നമുക്ക് നമ്മുടെ ചുളിവുകളും അതുപോലെ തന്നെ കണ്ണിനടിയിലെ കറുപ്പും പഫ്നെസ്സും ഒക്കെ തടഞ്ഞു നിർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം കണ്ണിനടിയിലെ ആ ഒരു പഫ്നെസ്സും അതുപോലെ തന്നെ ഡാർക്കും മാറാനായിട്ട് മുഖത്ത് മൊത്തവും നമുക്ക് ഫുള്ളായിട്ട് തേക്കാം. ഇത് കണ്ണിനടി മാത്രമല്ല, മുഖത്ത് ഫുള്ളായിട്ട് ഈ ഒരൊറ്റ പായ്ക്ക് കൊണ്ട് നമുക്ക് മുഖത്ത് ഫുള്ളായിട്ട് തേക്കാം. നല്ല റിസൾട്ടാണ് ഇത്. പക്ഷേ പതിവായി നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു പായ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം ഇടുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അതിനുശേഷം നമുക്കത് നല്ല പോലെ ഡാർക്കും റിങ്കിൾസും ഒക്കെ ഉള്ള ആൾക്കാർ ഇത് അടുപ്പിച്ച് യൂസ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് അതൊന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്കതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ടൊമാറ്റോയുടെ പകുതി വേണം. അതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൾപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കാദ്യം ഈ ടൊമാറ്റോയുടെ പൾപ്പ് ഈ ഒരു ബൗളിലേക്ക് ഇങ്ങനെ കൊടുക്കാം.
അടുത്ത നമുക്ക് വേണ്ട ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. 2 രൂപയുടെ പാക്കറ്റാണ് ഇത്. അല്ലെങ്കിൽ നല്ല കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാവേ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തക്കാളി ജ്യൂസിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും നിങ്ങൾ വരുത്തണ്ട. ഇത് തന്നെ ഇതുപോലെ തന്നെ ചെയ്യുക. എന്നാലും നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അതായത് ഫേഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഫേഷ്യൽ ഓയിൽ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അത് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് മുഖത്തിലും കണ്ണിലും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ വാങ്ങിച്ച് വെച്ച് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കുക. ഇത് ഒരിക്കലും ഡയറക്റ്റ് തേക്കാതിരിക്കാൻ നല്ലത്. ഇതിനകത്ത് ഡയറക്റ്റ് യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിലൂടെ മിക്സ് ചെയ്തേ തേക്കാവുള്ളൂ. അതാണ് നല്ലത് കേട്ടോ. ഇതേപോലെ ഒരു ക്യാപ്സൂളാണ് വൈറ്റമിൻ ഇ ഓയിലിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ പൊട്ടിക്കേണ്ട ഭാഗം ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ മുട്ട് പോലെ ഇരിക്കുന്ന ഭാഗം പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഓയിൽ ഇങ്ങനെ ഒഴിക്കുക. ഇതെല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഓയിലെല്ലാം നല്ലതായിട്ട് മിക്സ് ആകത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അപ്പം നമ്മുടെ ആ ഒരു പായ്ക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. പായ്ക്ക് ഇടുന്നതിന് മുമ്പിട്ട് കണ്ണിനൊരു മസാജ് കൊടുക്കണം. മുഖത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണിന് മസ്റ്റായിട്ട് ഈ മസാജ് കൊടുക്കണം. ആ മസാജ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് കണ്ണിന് ചുറ്റിനും ഇതിടേണ്ടത്. അപ്പോൾ മസാജ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ നമ്മുടെ കൈവിരൽ 2 വിരൽ ഇതെടുക്കുക. ഈ 2 വിരൽ, അത് ഇണവിരലിൻ്റെ തൊട്ട് മോതിരവിരലും അടുത്ത വിരലിലൂടെ എടുത്തതിന് ശേഷം നമ്മൾ കണ്ണൊന്ന് നല്ലതായിട്ട് തുറന്ന് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് മസാജ് കൊടുക്കുക. 1 2 3 പറഞ്ഞിട്ട് 10 തവണ മസാജ് കൊടുക്കണം. 1 2 3 4 5 6 7 8 9 10 10 തവണ നമ്മൾ ഒരു മസാജ് കൊടുത്തല്ലോ. ഇനി നമ്മുടെ മോതിരവിരൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടുത്തെ പഫ്നെസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു മസാജ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം. ആദ്യത്തെ മസാജും വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം. ഈ അടുത്ത മസാജും വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം. അതായത് നമ്മുടെ കൈ മുട്ടുന്നത് നമ്മുടെ ഈ ഒരു സ്കിന്നും അറിയരുത്, കൈയും അറിയരുത്. ആ ഒരു രീതിയിലുള്ള സോഫ്റ്റ് മസാജ് മതിയേ. നമ്മുടെ ഈ ഒരു പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. നേരത്തെ ഒരു മസാജ് കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ പറയുക. വളരെ സോഫ്റ്റായിട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. ഈ പിരികത്തിൻ്റെ അടിയിലായിട്ടൊരു പ്രഷർ പോയിന്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ 10 വട്ടം ചെയ്യണം. 1 2 3 4 5 ഇങ്ങനെ 10 വട്ടം നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു മോതിരവിരൽ തന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. അത് നമ്മളൊരു 10 വട്ടം ചെയ്യുക. ഇതൊക്കെ നല്ല ഇതാണ്, നമ്മുടെ കണ്ണിൻ്റെ ചുളിവ് മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. നമ്മൾ പതിവായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്തു പോകേണ്ട ഒരു മസാജാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പതുക്കെ സ്ലോലി ചെയ്താൽ മതി. അങ്ങനെ ഒരു 10 വട്ടം ചെയ്യുക. പിന്നെ നമ്മൾ കണ്ണത് ഇങ്ങനെ ഒന്ന് തുറന്ന് പിടിക്കുക. നല്ലപോലെ ഒന്ന് തുറന്ന് പിടിച്ചതിന് ശേഷം ഒരുപാട് സ്ട്രെയിൻ എടുത്ത് കണ്ണ് തുറക്കണ്ട, ഭയങ്കരമായിട്ട് വലിച്ച് തുറക്കും വേണ്ട, സോഫ്റ്റായിട്ട് തുറക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുക, ഈ സൈഡിലോട്ട് നോക്കുക, വീണ്ടും ഈ സൈഡിലോട്ട് നോക്കുക. ഇങ്ങനൊരു 10 വട്ടം നമ്മൾ ചെയ്യുക.
രണ്ട് സൈഡിലെ കോർണറിലോട്ട് നോക്കണം. പിന്നെ നമ്മൾ മേളിലോട്ട് നോക്കുക, താഴോട്ട് നോക്കുക, മേളിലോട്ട് നോക്കുക, താഴോട്ട് നോക്കുക. ഈ ഒരു എക്സസൈസും ഇതും ഒരു 10 വട്ടം നമ്മൾ ചെയ്യണം. അതിനുശേഷം അടുത്ത മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോതിരവിരൽ വെച്ച് പതുക്കെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട്. അതൊരു 10 വട്ടം നമ്മൾ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു മസാജാണ്. അതായത് നമ്മുടെ ഈ ഒരു കണ്ണിന് ഈ തൂക്കവും ഈ നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെയുള്ള ആ ഒരു പഫ്നെസ്സും ഉണ്ടാകാനുള്ള വേറൊരു കാരണമുണ്ട്. നമ്മുടെ ഈ ഐബ്രോസ് ഒരു ഏജ് കഴിയുമ്പം തൊട്ട് ഒരു 45 വയസ്സ് കഴിയുമ്പം തൊട്ട് ഏകദേശം ഒരു 45 വയസ്സ് കഴിയുമ്പം തൊട്ട് ചെറുതായിട്ടൊന്ന് ഐബ്രോസ് താഴോട്ട് ഇതാവും, താഴോട്ട് താന്ന് വരും. നമ്മുടെ ഈ ഒരു ഐബ്രോസ് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ചെറുതാകും. അപ്പോൾ ആ ഒരു തൂക്കം മൂലവും നമ്മുടെ ഇവിടെ ഒരു പഫ്നെസ് ഉണ്ടാകാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മുടെ ഒരു ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മസാജ് എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ. വെറുതെ നമുക്ക് ടൈമൊന്നും അതിന് ആവശ്യമില്ല. വെറുതെ നമ്മൾ ഇരിക്കുന്ന പണിയെല്ലാം കഴിഞ്ഞ് വീട്ടുജോലിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത് നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു 2 മോതിരവിരൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു ഇങ്ങനെ എടുത്ത് വിടുക കേട്ടോ. ശരിക്കും എടുത്ത് വിടണം. നമുക്കിവിടെ ഇച്ചിരി പ്രഷർ, ഇവിടെ നമുക്ക് കട്ടിയുള്ള ഭാഗമാണ്, ഇവിടെ ഇച്ചിരി പ്രഷർ കൊടുക്കാം. പക്ഷേ ഇവിടെ പ്രഷർ കൊടുക്കരുത്. ഇവിടുന്ന് സോഫ്റ്റായിട്ട് വന്നിട്ട് മേളിലോട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു മസാജിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു 10 വട്ടം ചെയ്യണം. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്, ഈ കണ്ണിൻ്റെ കോർണറിൽ അവിടെ കൊണ്ട് ടച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതൊരു 10 വട്ടം നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെ ഒരു പിരികമൊക്കെ ഇങ്ങനെ താന്നിരിക്കുന്നൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഐബ്രോസ് ഒന്ന് പൊക്കി ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കി പിടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പ്രഷർ കൊടുത്ത്, അത്യാവശ്യം പ്രഷർ കൊടുത്ത് ചെയ്യാം കേട്ടോ. അത് ഈ മൂല വരെ, ഈ ഒരു പ്രഷർ പോയിന്റ് വരെ എത്തിക്കുക. ഇങ്ങനെ ഒന്ന് പൊക്കുക. ഈ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊക്കുക. അതിനുശേഷം ഈ മേളത്തെ കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത്, അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ട് താഴെ വരെ കൊടുക്കുക. ഇത് നമ്മൾ ഒരു 10 വട്ടം തന്നെ ചെയ്യണം. ഇത് വളരെ നല്ലൊരു മസാജാണ്. നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു തൂക്കം മാറാനും ഐബ്രോസൊക്കെ നല്ല ഷേപ്പായിട്ടിരിക്കാനും ഒക്കെ ഉള്ളൊരു മസാജ്. ഞാൻ മിക്കവാറും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ മസാജ് കൂടുതലായിട്ട് ചെയ്യുന്ന ആളാണ്. എന്നാലും നമ്മുടെ ഐബ്രോസ് നല്ല ഷേപ്പായിട്ടിരിക്കുന്നത്, നമ്മുടെ ആ പ്രായത്തിൻ്റെയൊക്കെ ആ ഒരു ചുളിവൊക്കെ മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു മസാജ്. കാരണം കണ്ണിൻ്റെ ഇവിടെ മിക്കവാറും ഇങ്ങനെ ചുളുങ്ങി ഇരിക്കത്തില്ലേ, അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലൊരു മസാജാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ മസാജ് ചെയ്താൽ മതി കണ്ണിന്. അതിനുശേഷം നമുക്ക് കണ്ണൊന്ന് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പായ്ക്ക് മുഖത്തും ഫേസിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത് ക്ലെൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു കോട്ടണിലോട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ എല്ലാം നന്നായിട്ട് തുടയ്ക്കുക, ചുറ്റിനും തുടയ്ക്കുക. എന്നിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും പായ്ക്കൊക്കെ ഇടുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ആ ഒരു പോർസ് നന്നായിട്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇടുന്ന ക്രീമുകളൊക്കെ പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലെൻസർ ഉപയോഗിച്ച് മസാജ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം. റോസ് വാട്ടർ ആണെങ്കിലും മതി. റോസ് വാട്ടറും കുറച്ച് തക്കാളി നീരൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരു മസാജ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പായ്ക്കിട്ട് കൊടുക്കാം കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് തുടച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിനി ഒരു പായ്ക്ക് നമുക്ക് എങ്ങനെയാണ്, ഞാനിപ്പോൾ ഒരു ബ്രഷിലാണ് അപ്ലൈ ചെയ്ത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൈവച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം പോലെ ആയിരിക്കുന്നത്, ഉണങ്ങുമ്പോഴത്തേനും ശരിയാവും. കണ്ണിനടിയിലോട്ട് ഇത് കണ്ണിനടി വേണമെങ്കിൽ നമുക്കൊന്ന് കൈവച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം.
ബ്രഷിൻ്റെ ആ അറ്റമൊക്കെ കണ്ണിൽ കൊള്ളാതെ അതുപോലെ തന്നെ കണ്ണിന് മേളിലും ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് വേറെ പായ്ക്കിപ്പം ഇപ്പോൾ കഴുത്തിലൂടെ ഇച്ചിരി വീണ് കേട്ടോ, ഒഴുകുന്നതായുണ്ട്. കണ്ണിലൊന്നും കാരണം ഈ ഒരു നമ്മുടെ വൈറ്റമിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിൽ പോകാതെ സൂക്ഷിക്കണം, കാരണം ഒരു നീറ്റൽ പോലെ ഉണ്ടാകും കേട്ടോ. അപ്പം നല്ലപോലെ കണ്ണിനടിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിനടിയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കണ്ണിലും മുഖത്തും എല്ലാം തേച്ച് കൊടുക്കാം. നെറ്റിയിലും തേക്കാവേ. അപ്പോൾ ഇത് ഞാൻ മുഖത്തും കണ്ണിലും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് തരാവേ. അപ്പം ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മുമ്പേ വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് തന്നെ ഇരിക്കണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് മാത്രമേ നമുക്കിത് റിമൂവ് ചെയ്യാവുള്ളൂ, എന്നാലേ നമുക്ക് ആ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും പെട്ടെന്ന് ഓടിച്ചെന്ന ഫേസ് കഴുകരുത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതൊരു വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിലാണ് നമ്മളതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും മുഖം മൊത്തം ഒന്ന് മസാജ് ചെയ്തിട്ട് മാത്രമേ മാറ്റാവുള്ളൂ, എന്നാലും നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പ്രകാരം മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ കേട്ടോ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അറിയാത്തത് ഇപ്പോൾ ഇതൊന്ന് നോക്കിച്ചിടും. ജസ്റ്റ് മസാജാണ് കേട്ടോ. ഈ ഒരു മസാജ് നമ്മൾ 1 മിനിറ്റ് ചെയ്യണേ. ഇവിടെ ഈ കണ്ണിൻ്റെ ഇടയിൽ മോതിരവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് ആ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നെറ്റിയിൽ ഇവിടെ ഇങ്ങനെ 2 കൈ വെച്ചോ 1 കൈ വെച്ചോ ഒക്കെ കൊടുക്കാം. സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുകയെന്ന്. അപ്പോൾ എപ്പോഴും കഴുത്തേയും കൂടി ഇടാൻ മറക്കല്ലേ. ഞാനിപ്പം പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഷാളിലെല്ലാം പറ്റുന്നതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മുടെ ഫേസിൽ ചെയ്താലും, മസാജ് ആയിക്കോട്ടെ പായ്ക്കായിട്ടെ എന്തായിക്കോട്ടെ, നമ്മുടെ ഫേസിൽ ചെയ്താലും നമ്മുടെ നെക്കിലും ചെയ്യണം. പിന്നെ ഞാൻ ചെയ്യാത്തത് പിന്നെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ നിങ്ങളത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഞാൻ പറയുന്ന പോലെ ചെയ്യുക. പിന്നെ അതിൻ്റെ കുറ്റം വന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഫേസിലാണല്ലോ ചെയ്ത് കളയുന്നത്, നെക്കിലൊന്നും ഇടുന്നില്ലല്ലോ എന്ന് പറയും. എന്തിനും കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയോ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് മാത്രം നോക്കുക. അത് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ കമൻറ്റുകൾ ഇടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഇനി വാഷ് ചെയ്യുക. അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് വരാവേ. മുഖമെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തു. നല്ലൊരു തിളക്കമാണ് നമ്മുടെ മുഖത്ത്. കാരണം നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് റിങ്കിൾസിന് ഒരുപാട് നല്ലതാണ്. റിങ്കിൾസും ഫൈൻ ലൈൻ മാറാനായിട്ടും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ടും എല്ലാം മൊത്തത്തിലൂടെ നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഇട്ട ചുളിവുകളൊക്കെ മാറാനായിട്ടും ഡാർക്ക്നെസ് മാറാനായിട്ടും, അതുപോലെ നമ്മുടെ ഈ കഴുത്തിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ആ കഴുത്തിന് ചുറ്റിനും വേണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് ചെയ്യണം. ഒരാഴ്ച ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്തു പോകണം. ഞാൻ പറയില്ലേ, നല്ല റിങ്കിൾസും കണ്ണിലെ കറുപ്പും ഒക്കെ ഉള്ളവർ, പിന്നെ ഇവിടെ ചിലർക്ക് കറുപ്പ് വരുന്ന കാണാം. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കവിളിൻ്റെ ഇവിടെയൊക്കെ നല്ലൊരു ഷൈനിങ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തെ റിസൾട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കുമ്പോഴത്തേനും എപ്പോഴും കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം വൈകിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും. ആ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട്. നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഡാർക്ക്നെസ്സും ഒക്കെ മാറാനായിട്ടാണ് പറയുന്നത്. അത് മാറാനായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.